ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഞങ്ങളുള്ളത് ഞങ്ങളുടെ പഴയ വീട്ടിലാണ്. ഗൈസ് നോക്കൂ, ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെക്കാൻ വേണ്ടി പോവാണ്. അതായത് അപ്പന ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭക്ഷണം വെക്കാറുണ്ട്. ഞാനും ലിബിനും ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഇൻട്രോ പറയുന്നത് എല്ലാവരും ഉണ്ടെന്ന് പെട്ടെന്ന് എല്ലാവരും സ്പ്ലിറ്റ് ആയി. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇന്ന് വെക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നല്ലോ ചക്ക. ഗൈസ് നോക്കൂ, ജാക്ക് ഫ്രൂട്ട്, ചക്കയും ഗൈസ് നോക്കൂ, ഇത് ഇവിടെ പറഞ്ഞ അങ്കത്തട്ടാ കേട്ടോ. ഇവിടെ വന്നപ്പോ അവിടുന്ന് വരാൻ നേരത്ത് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്ന് മൈക്കിളല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങൾ അന്ന് യാത്രയെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വീട്ടിൽ വന്നിട്ട് ചക്ക വേവിക്കണം, ചക്ക ഇറച്ചി. ഗൈസ് നോക്കൂ, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, നല്ല രീതിയിൽ. എന്നാലും ഇവനെ കൊതുക്. ഗൈസ് നോക്കൂ, നല്ല രീതിയിൽ കൊതുകുണ്ട് ഇവിടെ. ചക്കക്കാലം അണ്ടിക്കാലം ഒക്കെ അല്ലേ? അണ്ടിന്ന് വെച്ചാൽ കശുവണ്ടി കേട്ടോ ഉദ്ദേശിച്ച് എടുത്തു പറയാം. അപ്പൊ അതിന്റെ പഴങ്ങൾ അണ്ടി അവിടെ റെഡി കിടപ്പുണ്ട്. അണ്ടിക്കറി വെച്ചാൽ അപ്പൊ കിളിത്തണ്ടി പറിക്കാലോ. കിളിത്തണ്ടി. മൈക്കിളെ നീ എവിടെയാടാ? നീ ആറ് വീട്ടിലാ? മൈക്കിളെ നീ ആറ് വീട്ടിലാടാ? മൈക്കിളെ നീ ആറ് വീട്ടിലാടാ? മൈക്കിളിന് കൊടുത്ത സാധനം വരെ. അയ്യോ, മൈക്കിൾ ആറ് വീട്ടില, വല്യപ്പനും ഇല്ല. മൈക്കിളെ കാര്യമില്ല, അതിനകത്ത് വെള്ളം കാറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, അതിനകത്ത് മിറ്റില് പറക്കുവാടി. അടിപൊളി. അതോ പൊട്ടിക്കുന്നു മൈക്കിളെ. ഗൈസ് നോക്കൂ, മൈക്കിള് തിരിച്ച് പൊട്ടിച്ചു നോക്കൂ കേട്ടോ. ചക്ക ഇടാൻ പോവാ. മൈക്കിളെ നീ ചക്ക ഇട്ടുണ്ടോ? ഇതെന്നാ ഗൈസ് നോക്കൂ, അംഗം കേസട്ടോ ചില സമയത്ത്. എടാ പിടിയിടാ ലിവിനെ, പിടിയിടാനെ, പിടിയിടാനെ, പിടിയിടാ. ചില സമയത്തുണ്ടല്ലോ മൈക്കിൾ ഇടഞ്ഞു കഴിഞ്ഞാൽ ഇടഞ്ഞ കേട്ടോ. ഞങ്ങൾ ചക്ക ഇടാൻ വേണ്ടി മമ്മി മേലോട്ട് കയറി. ഇത് നമ്മുടെ പറമ്പാ കേട്ടോ. ഇതെൻ്റെ അവിടം വരെ ഉണ്ട്. കശുമാവൊക്കെ പണ്ട് ഇഷ്ടമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. മൈക്കിൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പറമ്പിലേക്ക് കയറി വരുന്നത്. ഇതേ മൈക്കിൾ കയറി വരുന്നുണ്ട്. മൈക്കിളെ, മൈക്കിൾ എങ്ങോട്ടാ? മൈക്കിൾ എങ്ങോട്ടാ? നീ ആദ്യമായിട്ടല്ലേ പറമ്പിൽ കയറുന്നേ? ഇവിടെ ഫുള്ള് കയറിയോ? കൈസ് ഇപ്പം കശുവണ്ടി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പനുണ്ടല്ലോ ചക്ക പറിക്കുക കേട്ടോ. ഹൈ ഹായ് 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 കൈസ് നോക്കൂ, അങ്ങനെ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ ചക്ക വേവിച്ചത്. വരിക്കയാണോ കോഴിയാണോ ഇപ്പം? കൈസ് ഒരെണ്ണം മതി കേട്ടോ, ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ആണോ? 2 വേണം. ഗൈസ് നോക്കൂ, ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ്. നിങ്ങളുടെയോ? നിങ്ങൾ കുറെ കഴിച്ചോ? ചക്ക തുന്നിച്ച് നോക്കുക എന്ന് പറയുന്നത്, അതായത് ചക്ക മൂത്തതാണോ അതോ മൂക്കാത്തതാണോ എന്നുള്ളത് നോക്കുന്നതാണ് ഈ പരിപാടി കേട്ടോ. ചക്ക തുന്നിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തോ ഇതായോ ഇപ്പം? മൂത്തോ? നോക്കൂ, ഒരു ചക്ക അപ്പം കൊണ്ടുവന്നു, ഒരു ചക്ക അമ്മ കൊണ്ടുവന്നു കേട്ടോ. വരിക്കാണോ കോഴിയാണോ മേ? ഉറപ്പാണോ? ഗൈസ് നോക്കൂ, അപ്പൻ ഓരോന്നായിട്ട് സാധനങ്ങൾ കൊണ്ടുവരുവാണ്. ഇനി ചക്ക ഒരിക്കലാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മുഷ്കിലായ പരിപാടി കേട്ടോ. ചക്ക വെട്ടാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങൾക്ക് മുറവില്ല, മുറവെടുക്കാൻ മറന്നുപോയി. അതിന് സൺഡയറക്റ്റിന്റെ ഡിഷ് കൊണ്ടാണ് ഞങ്ങൾ മുറ സംഘടിപ്പിക്കുന്നത് കേട്ടോ. ഏതാ? നമ്മുടെ കാശ് കൊടുത്ത് മേടിച്ച സാധനോ? വെട്ടിക്കോ. ഇതേ ചക്ക വെട്ടാൻ പോവാ. ആ ചക്ക വെട്ടട്ടെ. ഒറ്റ വെട്ടിന് ചക്ക റെഡി. കഴിച്ച് നോക്കുക, 2 ആക്കി. ഇനി അത് 4 ആക്കണം കേട്ടോ ചക്ക. അങ്ങനെയാണ് ചക്കയുടെ പരിപാടി. ഇത് കോടാലി കൊണ്ട് തന്നെ ഇങ്ങനെ പീസ് മൂത്താണ് ഇതേപോലെ പടപടയെന്ന് പറഞ്ഞായി വരും കേട്ടോ. ഈ ചക്ക റെഡിയാക്കൽ അത്ര സിമ്പിൾ പരിപാടിയല്ല കേട്ടോ. ഈ ചക്ക ഇനിന്ന് നൊത്തെടുക്കണമെങ്കിൽ പണിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ രീതിയിലും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചാറ്റൽ മഴയാട്ടോ, ചാറ്റൽ മഴ. ഇത് ശക്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ചക്ക ഉണ്ടല്ലോ, ചക്കയുടെ മടഞ്ഞില് അല്ലേ മേ? മടഞ്ഞിലല്ലേ? മടൽ ആദ്യം ചെത്തിക്കളണം കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ ഭാഷ കേട്ടോ. ഇന്ന് അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. ഇതിന് അതായത് ചൊള, ചക്കച്ചോള. ഗൈസ് ഇങ്ങനെ കേട്ടോ. ഈ ഒരു ചക്കക്കകത്തുനിന്ന് ഈ സാധനങ്ങൾ ഓരോന്ന്. ചക്കക്കുരു കൊണ്ടാണ് ചക്കക്കുരു മാങ്ങ വെക്കുന്നത് കേട്ടോ. പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടി. ഞങ്ങളെ പോലെ ഉള്ളവർക്ക് ചക്ക ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ചക്കക്കുരു മെഴുക്കുവരട്ടി, അതുപോലെ തന്നെ ചക്കക്കുരു ചാറ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ചക്കക്കുരു കൊണ്ടുള്ള സംഭവങ്ങൾ നല്ല രസം കേട്ടോ, ഉണക്കമീനും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി. ഏത് ചക്കക്കുരുവാ?
ഗൈസ് നോക്കി ഇതിനിപ്പോ ആക്കിയെടുക്കാൻ ഒരു 10 മിനിറ്റ് കാരണം ഇത് ഇത്രയും പേരുള്ളതുകൊണ്ട് ഗൈസ് നോക്കൂ എല്ലാരും കൂടി ഉള്ളതുകൊണ്ട് പടപടെ നടക്കും. ഓരോ ചക്കയായിട്ട് വെട്ടിയെടുക്കും അതായത് ചക്കയുടെ ഓരോ ഭാഗങ്ങൾ വെട്ടി ലെവലാക്കി എടുക്കുകയാണ് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യും, ആ ചക്ക മൊത്തം ഇത് കണ്ടോ ഈ കാണുന്ന ഇങ്ങോട്ട് ചക്കച്ചുളയാക്കി ഇടും. ആ സംഭവം നേരെ ഇങ്ങോട്ട് എടുക്കും കേട്ടോ. ഈ സാധനം ഇങ്ങോട്ട് ഇടാൻ നേരത്ത് ഇതുണ്ട് ഇവിടുന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇവിടുന്നാണ് അരിച്ചിലും പരിപാടിയൊക്കെ. ഈ കാണുന്ന ചക്ക വറക്കാൻ കൊള്ളുമോ മമ്മി? ഇത് വറക്കാൻ കൊള്ളുമോ? ഇതാ ഗൈസ് നോക്കൂ, ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്കൊക്കെ നൊസ്റ്റാൾജി ഒക്കെ അടിക്കൂട്ടോ. കാരണം പണ്ട് ഇതേപോലെയൊക്കെ കഴിച്ച ചക്ക, മഴ, മുളക് അരച്ചത്, ഉണക്കമീൻ ഇങ്ങനെ കഴിച്ച കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ അവരൊക്കെ ചിലപ്പോൾ പുറത്തൊക്കെ ആയിരിക്കും, ചിലപ്പോൾ UK അമേരിക്കയിലോ അല്ലെങ്കിൽ പിന്നെ ദുബായിലോ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഭയങ്കര പൈസ ആയിരിക്കും. ഞങ്ങൾ യൂറോപ്പിൽ പോയതിൻ്റെയും പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോയെന്ന് എനിക്ക് മനസ്സിലായത് അവിടെയൊക്കെ ചക്ക കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം വില്ലേജ് ഏരിയകളിൽ കിട്ടുമെന്ന സംശയമല്ലല്ലോ. പിന്നെ നമ്മൾ പോകുന്ന ഇവിടെ ചക്ക കണ്ടിട്ടില്ലല്ലോ. മലേഷ്യയിലെങ്ങാനും കണ്ടു. പൈസ കൂടുതലായിരിക്കും. നോക്കിയിട്ടുണ്ടോ മമ്മി കൈയൊക്കെ വീശുണ്ടോ പറയണേ. ദൈവം അടുത്തുനിന്ന് അടി കിട്ടുമെന്ന് ദൈവത്തിന് അറിയാട്ടോ ഗൈസ്. അതായത് ഇതിങ്ങനെ ഇവിടെ ക്ലീൻ ആക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് കണ്ടോ ഇവിടെ ആ ക്ലീൻ ആക്കിയ ചക്ക, അതായത് മൊത്തം ക്ലീൻ അല്ല, ഇതേപോലെ ഇങ്ങനെ ഇട്ടാക്കുന്ന ചക്ക എടുത്തിട്ട് ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടുന്ന് ഇങ്ങനെ എടുക്കും കേട്ടോ. ഇവിടെ കൊണ്ടിടുന്നു, ഇവിടെ ഇങ്ങനെ എല്ലാം ഇതിന്റെ ചകനി സംഭവങ്ങളെല്ലാം കളഞ്ഞ് ഇവിടെ ഇടും. അതിന് ശേഷമാണ് ഇതിനെ അരിഞ്ഞരിഞ്ഞ് നിൽക്കുന്നത്. എന്നുവെച്ചാല് മണ്ണ് ഒരു നിമിഷം അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ, എല്ലാം തൊഴിച്ച് നശിപ്പിക്കുക. ഇങ്ങനെ പിടിച്ചു വെച്ചാക്കുന്ന എന്തിനാണെന്നറിയാവോ? ഇറങ്ങി പോകാതിരിക്കാം. പുറത്ത് നല്ല രീതിയിലുള്ള മഴയാട്ടോ. മമ്മി ഇച്ചിരി ഉള്ളിലേക്ക് എന്തിനാ മഴ നനയുന്നത്? മഴയുണ്ട്. ഇതാ നോക്ക്, ഞങ്ങളെ അങ്ങാടിയിൽ നിന്ന് വന്നപ്പോൾ സാധനങ്ങൾ മേടിച്ചായിരുന്നു കറി വെക്കാനുള്ള. ചക്ക പിന്നെ ഇവിടെ ഉണ്ടല്ലോ, അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടാട്ടോ ഞങ്ങൾ വന്നത്. എന്തായാലും ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വെക്കണം എന്നുള്ളത്. അതെന്തായാലും യാഥാർത്ഥ്യമായിട്ടോ. പുറത്തുകൂടെ നടക്കാൻ 1.5 കൊട്ടയുണ്ട് കേട്ടോ മുഖം. അപ്പൻ്റെ ഒരു താക്കോലെടുത്ത് കൈ പിടിച്ചു. മുഖം ഇരിക്കുന്ന നോക്കിയേ 1.5 കൊട്ടയാ. മമ്മി പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ അമ്മേ, നമ്മൾ ലോക്ക്ഡൌൺ സമയത്ത് നമ്മളെല്ലാരും പോയി ചക്ക പറിച്ചോണ്ടുണ്ട്, ചക്ക വറുത്തത് ആ താഴെ കേട്ടോ. ആ താഴെ ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ അതൊക്കെ ചെയ്ത് അന്ന് പോയി പറിച്ച് ഞങ്ങൾ വറുത്തു. അത് കിട്ടിയില്ല, ചൊളയായിരുന്നു. ഇത് കൂഴ ഇത് വറക്കാൻ കൊള്ളുവോ? ഇത് പപ്പടം പോലെ കിട്ടുമോ? ഗൈസ് നോക്കൂ, ഈ കാണുന്ന വറക്കാൻ കൊള്ളാന്ന് കേട്ടോ അപ്പം പറയുന്നത്. അവന്റെ മുഖം ഇരിക്കുന്ന നോക്കിയേ 1.5 കൊട്ടയാട്ടോ. അവന്റെ സ്വാതന്ത്ര്യത്തിന് വിടാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈയിടെ ഞാനൊരു കള്ളത്തരം പറഞ്ഞു പോനെ. എന്നാന്നറിയോ, അമ്മയോട് പറഞ്ഞു ഈ ചക്ക, ഞാൻ പറഞ്ഞു എടി അപ്പുറത്തെ ജോസേട്ടൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചോണ്ട് വന്ന ചക്ക അടിപൊളി ചക്കയാന്ന് പറഞ്ഞു. ഇവിടുന്ന് പറിച്ചോണ്ട് കൊടുത്തു, ഇവിടുന്ന് ചക്ക പറിച്ചോണ്ട് കൊടുത്താൽ പറയും അത് ഗുണമില്ല, അത് ഗുണമില്ല. തിന്നാൻ വേണ്ടിയായിരുന്നു മമ്മി. നല്ല രസമുണ്ട്, ഇങ്ങനത്തെ ചക്ക കൊണ്ടുവരണം. ലിപി ഉണ്ടല്ലോ അവിടെ അങ്ങനെ ഒരു ഭാഗം, അതായത് ചക്കയുടെ ഒരു ഭാഗം ഏകദേശം അവൻ എതളാക്കി നോക്കിയിട്ടുണ്ടോ ഇതേപോലെ ആക്കിയിട്ട് കേട്ടോ. പടപടേ എന്ന് പറഞ്ഞ് ഇതേപോലെ ചക്കച്ചോള ഇടും. അതെല്ലാം ലാസ്റ്റ് മമ്മി ഇവിടുന്ന് എടുക്കുന്നുണ്ട്. അതെല്ലാം ലാസ്റ്റ് എവിടെ എത്തും? ഇവിടെ എത്തും കേട്ടോ. ഇവിടുന്നാണ്, ഇവിടെയല്ല ഈ കാണുന്ന ഇതിൻ്റെ അകത്തുനിന്നാണ് നേരെ ഇവിടെ അരിയിൽ തുടങ്ങും കേട്ടോ. ഓ മൈക്കിളിന് കലിപ്പാട്ടോ ഭയങ്കര. ലിവിങ് കറക്റ്റ് ചക്ക ചെത്തി കാണിച്ചു കേട്ടോ. ചക്കയുടെ മണങ്ങി ചെക്കി തെറ്റിക്കളയാണ്. മണഞ്ഞല് മടല്, ചക്കയുടെ മണല് ചെത്തി. ഇനിയിപ്പോ അതിന് നടുക്കൊന്ന് വിരിക്കടാ ലിവിനെ, വിരിക്ക്. അങ്ങനെ ഒന്ന് വിരിച്ചു. ഇനിയിപ്പോ പടപടേന്നും പറഞ്ഞ് ചക്കയുടെ ചക്കച്ചോള നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പടപടേന്ന് പറഞ്ഞ് ഇടാൻ പറ്റൂട്ടോ. മമ്മിയും പടപടേന്ന് പറഞ്ഞാക്കുന്നത് അമ്മയുടെ അമ്മ അമ്മയ്ക്ക് പഠിപ്പിച്ചു തന്നു. മമ്മിയൊക്കെ ഭയങ്കര ചക്കപ്രാന്തി ആട്ടോ. അപ്പനൊന്നും അത്ര ചക്കപ്രാന്തൊന്നുമില്ല. കാരണം ഈ വീട്ടില് ഇഷ്ടം പോലെ പ്ലാവ് ഉണ്ടായിരുന്നു, അത് മൊത്തം കൊത്തിക്കളഞ്ഞു. തിരുവിതാംകൂർ അല്ലേ ഞങ്ങളുടെ വീട്ടുകാര്? അപ്പന്റെ വീട്ടുകാര് നെച്ചാട്ടും മമ്മിയുടെ പേര് കാഞ്ഞിരത്താൻ കുന്നേലും. അങ്ങനെയാണ്. ഇതിനെ ഇങ്ങനെ വേർക്കുന്നേ. ഓ ഭയങ്കരമായിട്ട് വേർക്കും കേട്ടോ. നമുക്ക് അങ്ങാടിയിൽ ഒറ്റ പ്ലാവില്ല. ഈ പ്രാവശ്യം ഒരു പ്ലാവ് മേടിച്ച് വെച്ചേക്കുക അല്ലേ? അടുത്ത കൊല്ലം കായ്ക്കും. ഏത്? എത്ര? ഒരു നിമിഷം അടങ്ങിയിരിക്കല്ലോ കേട്ടോ. പെട്ടപ്പെന്ന് പറഞ്ഞ് ഞാക്കിപ്പോണ്ടല്ലോ ആ ചക്കക്കകത്തൊക്കെ ഇട്ടെന്ന് നോക്കി. ആ ചക്കക്കകത്തൊക്കെ ഒന്ന് വരണ്ട്
ഒന്ന് തുള്ളിച്ചാടണം, അതാണ് ആളുടെ ഉദ്ദേശം. പക്ഷെ ആരും അനുവദിക്കുന്നില്ല. കാരണം ഇവൻ ചക്കക്കകത്ത് കയറി കഴിഞ്ഞാൽ ചക്കയുടെ പിന്നെ അരക്ക് പറ്റും. പിന്നെ അത് മൊത്തം ഇവൻ എല്ലായിടത്തും വെച്ച് കിട്ടും. ഗൈസ് നോക്കി ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ പിന്നെ അപ്പം ചക്ക അരിയിൽ തുടങ്ങി കേട്ടോ. ഇങ്ങനെയാണ് ചക്ക അരിയെന്ന് പറഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ചക്ക വട്ടത്തിലരിഞ്ഞ് വേവിച്ചാൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലോണം നല്ല രുചി ഉണ്ടാവും. നീളത്തിലരിഞ്ഞാൽ വലിയ രസമില്ല. ഗൈസ് നോക്കുന്നുണ്ടോ, ഈ കാണുന്ന പോലെ ചക്ക ഇങ്ങനെ അരിഞ്ഞോണ്ടേ ഇരിക്കുന്നു. ഇത് കൊറേ അരിയുണ്ടോ? വട്ടത്തിലരിഞ്ഞ് ചമ്മന്തി അരയ്ക്കുന്ന ചമ്മന്തി അരിക്കില്ലേ, അങ്ങനെ കടുക് പൊടിച്ച് തിന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നീളത്തിലരിയുന്നുണ്ട്. ഗൈസ് നോക്കി, ഇവർക്ക് നിന്ന് നനയാട്ടോ. ഇവർക്ക് വട്ടാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മര്യാദക്കെല്ലാം പറഞ്ഞു ഉള്ളിക്കാരൻ. കാരണം നല്ല രീതിയിൽ ചൂടാന്ന് നോക്കിയാ ഭയങ്കരമായിട്ട് വേർക്കുവാ സത്യം. എന്നിട്ടാ ഈ മഴ വരുമ്പോ കോംപ്ലിക്കേഷൻ അതന്നെയല്ല, ഭൂമി തണുത്തില്ല, അത് തന്നെ കാരണം. എന്റെ അമ്മോ, ടൈം എടുത്താ പൊങ്ങാത്ത വാക്കുകളൊക്കെ ആയിട്ട് ഇവര് പറയണേ. മമ്മി എന്ത് പറഞ്ഞാലും അവസാനത്തെ വാക്കാണ്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടാട്ടോ. ചക്ക വെട്ടി കഴിഞ്ഞപ്പോ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോട്ടോ. അടുത്ത വേറെ എന്താ, അത് നമുക്ക് വീട്ടിൽ കൊണ്ടാട്ടോ. വേറെ എന്നാ കൊണ്ടുവന്നേ, എന്ത് പറഞ്ഞാലും അത് നമുക്ക് വീട്ടിൽ കൊണ്ടാട്ടോ. അങ്ങനെ ചക്ക അങ്ങനെ സെറ്റപ്പ് ആക്കി, അതായത് ചക്കച്ചോള, അതായത് ആ കാണുന്ന ചക്ക മൊത്തം ഈ ഒരു ചാക്കിലേക്ക് ആക്കിയിട്ട് ചക്കച്ചോള ഈ കാണുന്ന ബേസിനിലേക്ക് ഇട്ടോ. പരിപാടി കഴിഞ്ഞു. എത്ര പെട്ടെന്ന് പടപടയെന്ന് പരിപാടി കഴിഞ്ഞു നോക്കി. ഈ ഒരു ഒറ്റ ചക്ക കേട്ടോ പെട്ടെന്ന് നമ്മൾ ഒരുക്കി റെഡിയാക്കി എടുത്തത്. ആൾക്കാർ കൂടുതലുള്ളപ്പം സാധാരണയൊക്കെ മമ്മി ഒറ്റക്കൊക്കെയാണ് ചക്ക ഇരുന്ന് വേവിക്കാറ്. അമ്മ അതല്ലടാ, അമ്മ കഴിക്കാൻ നേരത്തെ ഒരു പ്രത്യേകത ഉണ്ട്. പകുതി ചക്ക പച്ചച്ചക്ക അമ്മ തന്നെ തിന്നു കേട്ടോ. ഗൈസ് നോക്കൂ, പകുതി ചക്ക അന്ന് ക്യാമറ ഉണ്ടോ ചെറുപ്പത്തില്. ഗൈസ് നോക്കിയതുണ്ടോ, ഇതേപോലെ തന്നെ പടപടേന്ന് അരിയിലോടായിട്ടോ. നീയൊക്കെ എവിടെ പോയായിരുന്നു? ഗൈസ് നോക്കൂ, അതായത് പടപടേന്നും പറഞ്ഞ് ചക്ക ഇപ്പൊ ചക്ക അരിയും ഓ ഇത് കണ്ടോ, ഇങ്ങനെ അരിഞ്ഞ് ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ. ഇത് അത്യാവശ്യം ആവണം ഇനി, എന്നാ മാത്രമേ ഇത് അത്യാവശ്യം ആവത്തുള്ളൂ. അങ്ങനെ തന്നെയാണല്ലോ അതിന്റെ ഒരു ആവൽ അല്ലേ? അതെ. ആരാ? ഞാനല്ല, അവനാ. ഞാൻ വെച്ചിട്ട് പ്രശ്നമായിരുന്നു. ഞാൻ വെച്ചിട്ട് കുളമായി പോയതേ. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഈ കാണുന്ന അപ്പൻ ഇങ്ങനെ അരിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ ചക്കച്ചോള. ഈ ചക്കച്ചോളന്ന് അതിന്റെ മണിഞ്ഞിലും പിന്നെ കുരുവും സംഭവങ്ങളൊക്കെ എടുത്ത് ഇവിടെ വൃത്തിയാക്കി ഇടും. ഇപ്പൊ 3 പേരും കൂടി പരിപാടി തുടങ്ങിട്ടോ. മമ്മി ചക്കച്ചോള വൃത്തിയാക്കുന്നു, 2 പേര് അരിയുന്നു. മമ്മി ചക്കച്ചോള വൃത്തിയാക്കുന്നു, 2 പേര് അരിയുന്നു. എങ്ങനെ നിങ്ങളുടെ ഭാഷ എങ്ങനെ പറയാ? ഇത് അത്യാവശ്യം പരിപാടിയുള്ള പരിപാടിയാട്ടോ. ഇത് എത്ര സമയം എടുക്കും അപ്പൊ? ചക്കയ്ക്ക് തേങ്ങ ഇടണം. തേങ്ങയല്ലേ? ഗൈസ് അമ്മേ, ഈ കാണുന്ന ഈ ചക്കയില്ലേ, ഇത് മറ്റേ ചെരുവത്തിൽ കിടന്ന് വാടാൻ എത്ര സമയം എടുക്കും? ഈ ചെരുവത്തിൽ കിടന്നത് വാടാൻ ആണോ? ഗൈസ് നോക്കി, ഇനി ഈ ചക്ക ആക്കിയില്ലേ, ചക്ക ഒരുക്കി ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ഇത് കഴുകുവപ്പാ? അപ്പൊ അത് മനസ്സിലായല്ലോ. നിങ്ങൾക്കറിയാവോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. അതിനുശേഷം ഇനിയിപ്പൊ അരപ്പരക്കണം. ഇത് ഒന്ന് ഇത് വെന്തതിന് ശേഷം അരപ്പരച്ച് അരപ്പിട്ട് ഇളക്കണം. ചക്ക കഴിയാ കഴിക്കും. കഴുകുവോ ചക്ക? നമ്മുടെ ചക്ക അരിഞ്ഞ് ഏകദേശം ഇത്രയായിട്ടോ. 2 പേരും കൂടെ പടപടേന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അമ്മ ബാക്കിയുള്ള ചക്കച്ചോള തെരഞ്ഞു പെറുക്കി അരിയാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ എന്താ പറയുക ക്ലീൻ ആക്കിയിടുവാണ്. അത് ഇവർ അരിഞ്ഞരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ പരിപാടികൾ തീരും കേട്ടോ. നോക്കിയേ, ഇവിടെ വേറെ ഒരുത്തിന്റെ കുസ്തി നോക്കിയേ കാട്ടിക്കൂട്ടുന്നേ. നോക്കിയേ, അവനെ ഉറക്കാൻ കൊണ്ടുപോയത് കേട്ടോ. അവളെ ഉറക്കുവാണ് അവൻ. പിന്നെ എന്നാ പറയാനോ, നോക്കിയേ കാട്ടിക്കൂട്ടുന്നേ. ഉറങ്ങുന്നേ ഇല്ല കേട്ടോ. നല്ല കിട്ടിലം മഴ, 1.5 മഴ കേട്ടോ. അത്യാവശ്യം കാറ്റുമായി ശക്തമായില്ലടാ. ഗൈസ് നോക്കൂ, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. കപ്പാന്ന് ചക്ക ഏകദേശം അരിഞ്ഞ് റെഡി ആയിട്ടോ. എന്നാ അല്ലേ? ഗൈസ് നോക്കൂ, ഇതുണ്ടോ,
ഈ കാണുന്ന ഇത്തരക്ക് അത്യാവശ്യം മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊമ്പ് പറക്കിക്കൊണ്ട് പോകണം. അത്യാവശ്യം അത് അതിന്റെ കൊമ്പ് ഒട്ടിഞ്ഞ് മാങ്ങായ കൊമ്പ് ഒട്ടിഞ്ഞ്. ഏത്? അതെ, അത് ഇവന്റെ കണ്ണ് കാണുന്നില്ല. നോക്കിയേ. കണ്ടു. പണ്ട് കാലത്തൊക്കെ ഞങ്ങളെ വെള്ളം പിടിച്ചോണ്ടിരുന്ന് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇന്നിവിടെ ഞങ്ങൾ ഒരു ദിവസം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വെള്ളം പിടിക്കണം കേട്ടോ. അപ്പം മഴയത്തൊക്കെ ഇതുണ്ട്, ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു കോണുണ്ടാവും. ആ കോൺ ഇതേപോലെ കൊണ്ട് ബക്കറ്റ് വെക്കും. ഇതുണ്ട്, ഇതിപ്പോൾ ഈ ടാർപ്പയുടെ ഒരു കോണ്, അല്ലെങ്കിൽ ഈ ഒരു വരുന്ന സാധനത്തിൻ്റെ കോണ്. ഇത് ഇതേപോലെ കൊണ്ട് വെക്കാൻ നേരത്ത് ഈ കാണുന്ന ബക്കറ്റ് നിറഞ്ഞ് നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ താഴെ നിന്ന് കോരി വരണം. അതൊരു 10 ബക്കറ്റ് കിട്ടുമോടാ താഴെ നിന്ന്? 16 ബക്കറ്റ് വെള്ളം, അതിൽ കൂടുതൽ കിട്ടൂല കേട്ടോ. ഗൈസ് നോക്കും, നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും എങ്ങനെയാണ് ചക്ക വെട്ടിയതിന് ശേഷം ചക്ക അരക്ക് കളയാന്നുള്ളത്. ചക്ക അരക്ക് കളയാന്ന് വെച്ചാൽ ഒരു പ്രയാസം പിടിച്ച മണ്ണെണ്ണയാണ് സാധാരണ ഉപയോഗിച്ചോണ്ടിരുന്നത് നമ്മളൊക്കെ പണ്ട്. അതെ ഇപ്പം വെളിച്ചെണ്ണയിലോട്ട് മാറി. അതെ ഗൈസ്, അതുകൊണ്ടല്ല ഇവിടെ വെളിച്ചെണ്ണ അല്ല, ഇവിടെ മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആകെ ഇച്ചിരി ഉള്ളൂ, തീ പിടിപ്പിക്കാനുള്ള മണ്ണെണ്ണ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതേപോലെ ഒഴിക്കുന്നു. എന്നിട്ട് ആ എണ്ണ മണ്ടനല്ല ഞാന് അതിനാ ഇച്ചിരി എണ്ണ സൂക്ഷിക്കാൻ വേണ്ടി വെച്ച മൊത്തം എണ്ണയും പോയി. കണ്ട ഇതേപോലെ കഴിക്കാത്തിട്ട് തിരുമ്മി വേണം ആ ചക്കയരക്ക് കളയാൻ കേട്ടോ. പോകാൻ ഇച്ചിരി പാടാ. എണ്ണ തേച്ചിട്ട് തൂക്കുവാണെങ്കിൽ ഒരു 30% പോകട്ടോ. എങ്കിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും അല്ലേടാ. കീശയിലൊക്കെ കൈയിടാൻ നേരത്തെ കീശയിലാവുന്നു ചക്കയരക്ക്. എല്ലാ സാധനവും മേടിച്ചു കേട്ടോ. അപ്പൻ ഇറച്ചി മസാല മേടിച്ച അച്ചാറ് കൂടി ആയിപ്പോയി. അയ്യോ, അത് എവിടെ നോക്കി എപ്പം മേടിച്ചേ? അടിപൊളി, നല്ല ഇടിവാള്, അടിപൊളി. ഇതാട്ടോ ഞങ്ങൾ മേടിച്ച പോത്തിറച്ചി, നല്ല കിടിലം പോത്തിറച്ചി കേട്ടോ. എത്ര വർഷങ്ങൾക്ക് ശേഷം എന്നറിയാവോ ഞങ്ങളുടെ ഈ പഴയ 3-4 വർഷമായി പഴയ കിച്ചണിൽ ഞങ്ങൾ ഭക്ഷണം വെക്കുന്നത്. നമ്മൾ ഇറങ്ങിയല്ലേ അമ്മേ? ജൂൺ 9 അല്ലേ? 4 കൊല്ലം കറക്റ്റ്. 2 കൊല്ലം വാടക വീട്ടിൽ കിടന്നില്ലേ? 2 കൊല്ലം. കൊച്ചിന് ഡാർക്ക് ഫാന്റസി എന്ന് പേരും കഴിക്കുന്ന മൊത്തം ബിരിയാണി. എന്താ ചെയ്യാ? തീരുമാനമായോ? അത്ര കൊല്ലമായിരുന്നു. ലിബി ഉണ്ടല്ലോ, ഞങ്ങൾ മേടിച്ച ഇറച്ചി ഞുറുക്കി എടുക്കുക കേട്ടോ. നല്ല ഇറച്ചിയാണോ ലിബിനെ? കണ്ടിട്ട് നല്ല ഇറച്ചി. പക്ഷെ അപ്പം പറയുന്നത് പോത്തല്ല പശുവാന്ന് അപ്പം പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് പോത്താന്ന. വെള്ള നെയ്യല്ലേ അപ്പൊ? അത്യാവശ്യം നല്ല ഇറച്ചി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള സാധനമുണ്ട്. ഇതിന് പടപടപടപടേന്നും പറഞ്ഞ് ഇവിടുന്ന് വൃത്തിയാക്കി എന്നാ അവര് പറഞ്ഞു മഞ്ഞ നെയ്യാണ് നല്ലതെന്ന്. ഞാനും ഏറ്റു പറഞ്ഞു, പക്ഷെ അത് പോത്തല്ലായിരുന്നു. കഴിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അപ്പന ഓരോ സാധനങ്ങളും മസാലകളൊക്കെ വെള്ള പണ്ടൊന്നും പാത്രമൊന്നും ഇങ്ങനെ വെക്കുന്ന സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ കാണുന്ന കിച്ചണൊന്നും ഇത്ര വലിപ്പമൊന്നുമില്ല മമ്മി. ഈ കാണുന്ന കിച്ചണൊന്നും ഇത്ര വലിപ്പമൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മറ്റേ ചിരവയൊക്കെ, അതായത് ഞങ്ങള് തേങ്ങയൊക്കെ ചിരണ്ട നോക്കി ഇതേപോലെ ആയിരുന്നു. പഴയ ഞങ്ങളുടെ ബട്ടർഫ്ലൈ ആട്ടോ ആ കാണുന്ന മിക്സി. അത് അടിച്ചു പോയോ? അത് വർക്ക് ചെയ്യുമോ അപ്പ? വർക്ക് ചെയ്യോ? ടാറ്റാ ബൈ ബൈ കഥം ഗുഡ് ബൈ. ഇത് നമ്മൾ ഇവിടുന്ന് മേടിച്ചതാ. എവിടുന്ന്? പിന്നെ എറണാകുളത്ത് ഞാൻ മോനോട് പറഞ്ഞില്ല ഒരു ബട്ടർഫ്ലൈ അല്ല, അത് ഓറിയന്റലാ. ആ മുളക് വേറെ, ഈ മുളക് വേറെ, ഞാൻ വേറെ മേടിച്ചതാ. അപ്പൻ ഇവിടെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിട്ട് വെച്ചിട്ടുണ്ട്? അച്ചാറല്ല, അതെന്നാ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ കേട്ടോ. ഇതാണ് പുകയില്ലാത്ത അടുപ്പ്. ഇവിടെ വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. ഗ്യാസിലാണോ എവിടെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഗ്യാസോ? ഗ്യാസ് വേണേ ഗ്യാസേ വെക്കാം, അതേ വേണേ അതേ വെക്കാം. നേരത്തെ ഇത്ര ഇതേ വെക്കാം, അതേ വേണേ അതേ വെക്കാം. അല്ലടാ ഇവനെ, നേരത്തെ ഒന്നും ഈ ഒരു പൊക്കമൊന്നും ഇല്ലായിരുന്നു. എന്റെ അമ്മോ, ഇവിടെയൊക്കെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ മൊത്തം പുകയൊക്കെ ആയിട്ട് കരി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ആയിരുന്നു വിറകൊക്കെ സൂക്ഷിക്കുന്ന ഒരു തട്ട് പോലത്തെ. എന്നിട്ട് പുളിയൊക്കെ തൂക്കിയിട്ട് ഉണക്കമീനൊക്കെ തൂക്കിയിട്ട് അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു. മെഴുകുന്ന വിദ്യയായിരുന്നു. അതൊക്കെയാണ് മാറ്റി ഇങ്ങനെ ആക്കി എടുത്തത് കേട്ടോ. ലിബിനോട് പോയി അപ്പം മസാല അരയ്ക്കുമല്ലേ അപ്പ? ഗൈസ് നോക്കൂ, പപ്പ മസാല അരയ്ക്കും കേട്ടോ. അതായത് അച്ചാറുപൊടിയാണല്ലോ മേടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് പിന്നെ ഇറച്ചിക്കറിക്കുള്ള മസാല അരയ്ക്കണം. അത് നാച്ചുറലായിട്ട് അമ്മ ലിബിനെ ഇറച്ചി പഴയ രീതിയിൽ എങ്ങനെയാണ് ഞുറുക്കുന്നതെന്നുള്ളത് കാണിച്ചു കൊടുക്കും കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന രീതിയിലാണ് മുറുക്കുന്നതല്ലോ ഞുറുക്കുന്നതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. പണ്ട് കാലത്തൊക്കെ ഇതുണ്ടോ ഈ ഒരു രീതിയിലായിരുന്നു സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ അല്ലേ ഈ കട്ടിംഗ് ബോർഡും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നേ. അപ്പൊ എല്ലാം മാറി കേട്ടോ. നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെയൊക്കെ അരുവ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇതേപോലെയൊക്കെ ആയിരുന്നു പോട്ടിയും പണ്ടവും. പിന്നെ അതുപോലെ ഇറച്ചികളും മീനും ഒക്കെ വൃത്തിയായിക്കൊണ്ടിരുന്നൊക്കെ ഈ ഒരു രീതിയിലാട്ടോ. അല്ലേ പിന്നെ വേറെ കാര്യമുണ്ട്. മര്യാദക്ക് കത്തിയും കൈയും പിടിച്ചില്ലേല് ഏർപ്പാട് പോകും. ചട്ടി മാറി മൺചട്ടിയിലാണ് ഇറച്ചിക്ക് വറുത്തരയ്ക്കാം. മസാല വറുത്തരയ്ക്കാനാ? അഭിരാമി കണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. വല്ല അറിയാവോ? ആ തേങ്ങ കൊടുത്ത അമ്മ അവക്ക്. അമ്മ തേങ്ങ ചേർന്നാ കൊടുക്ക. ഇപ്പൊ തേങ്ങ ഒരു തേങ്ങ എല്ലാം മുഴുങ്ങിയ വെള്ളത്തിനും
ക്ഷമിക്കുന്നു ഗൈസ്. ഗൈസ് നോക്കിയിട്ടുണ്ടോ, ലിബി ഇവിടെ ഓരോന്നായിട്ട് പീസ് അരിഞ്ഞ് ലെവലാക്കി എടുക്കണം. അപ്പൻ ഓരോ മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ തപ്പി കണ്ടുപിടിക്കണം. അതേ സമയത്ത് പുറത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇടിവാളും മഴയുണ്ട്. ഇപ്പം ചാറ്റൽ മഴ, നേരത്തെ അത്യാവശ്യം ശക്തമായിരുന്നു. ഇടിവാളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെയാണ് അരയ്ക്കുക, ഇവിടെയാണ് അരയും പരിപാടിയൊക്കെ. ചെറുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് വന്നപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടോ വന്ന്. എന്നാ പഴയ കാലത്തെ പോലെ ഇറച്ചി, പിന്നെ മല്ലിയും മുളകും മുളകും അരച്ചിട്ട്. ഇതാണ് മസാല. പഴയ കാലം എടുത്തിട്ടുണ്ടാ മേടിച്ചത് അച്ചാറ് കഴിച്ച് നോക്കൂ, മസാല അരയ്ക്കുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളോ? മുളകും മല്ലി മാത്രമല്ലോ? പെരിഞ്ചീരകം ഇടും. അത് പെരിഞ്ചീരകം ഇപ്പോഴല്ല, ഗരം മസാല ഒക്കെ ഇടണ്ടേ? അത് പിന്നെ വറുത്ത് കഴിക്കും. മമ്മി ഓരോന്നോരോന്നായിട്ട് സാധനം എടുക്കട്ടെ. കാന്താരി കാന്താരി ഉണങ്ങി വെച്ചത്. ഇവിടെ ഉണങ്ങി വെച്ചാ മമ്മി എത്ര നാൾ കൂടി അമ്മ ഇതിന്റെ അത് ഭക്ഷണം വെക്കുന്നത്? നമ്മളിവിടെ ഇറങ്ങിപ്പോയ പിന്നെ വന്നിട്ടില്ല. അമ്മ 4 വർഷത്തിന് ശേഷമല്ലേ? ചായ ചക്കയ്ക്ക കൊച്ചിന് പാല ചക്കയ്ക്കാണ് ഇത്. അതോ തേങ്ങയാ. പിന്നെ ഓരോന്നായിട്ട് ശ്രദ്ധിച്ചേരി കേട്ടോ, ഇല്ല കൈയുടെ പരിപാടി നല്ല മൂർച്ചയുള്ള കത്തിയാ. ആണോ? നല്ല മുറിച്ചാ. നോക്കൂ, ഓരോന്നായിട്ട് അരിഞ്ഞുകൊണ്ടേ. ഈ കാണുന്ന കത്തികൾ കണ്ടോ, ഇതൊക്കെ എന്റെ പഴയ മീൻ കച്ചവടത്തിന്റെ ബാക്കി പത്രങ്ങളാട്ടോ. എനിക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോരോ പുതിയ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ബ്ലോഗിങ് സംബന്ധമായ സംഭവങ്ങൾ മേടിക്കും. അന്നത്തെ ഏറ്റവും വലിയ വിഷയം ഇറച്ചി ഈ മീൻ പണി എടുക്കുന്ന സമയത്ത് ഓരോരോ കത്തികൾ മേടിച്ചോണ്ടിരിക്കുവായിരുന്നു. കത്തി എന്തിയെ? ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഒന്നൊന്നുമല്ല, വെട്ടുകത്തി ചെത്തുകത്തി ഒക്കെ എന്തിയെ? വെട്ടുകത്തി നമ്മുടെ വലിയ അവിടെ ഇരിക്കുന്നത് ആണോ? വെട്ടുകത്തി ലക്ഷങ്ങൾ മുടക്കിയിട്ട് വാക്കത്തി മാത്രം ബാക്കിയുണ്ടെന്ന ഈ പൊട്ടി പൊളിഞ്ഞ് പാപ്പരയായി പോയിട്ടോ ഞാൻ ലിവിനൊക്കെ. അല്ല ലിവിന് നല്ല കച്ചവടമായിരുന്നു. അല്ലേ ലിവിന്? നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ലാഭമില്ലായിരുന്നു. നിൽക്കാനുള്ള വെള്ളം ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പുറത്തുനിന്നല്ല. പക്ഷെ അതിനൊരു വ്യത്യാസം മാറിയിട്ടില്ല അമ്മ. അതിന് ഒരുപാട് ചൊവ വെള്ളത്തിന് ആയിരിക്കാം. മമ്മി ഇവിടെ ഓരോന്നായിട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അഭിരാമി ഇവിടെ അപ്പം തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുള്ളി തമ്മ ഇവിടെ മൈക്കിൾ ഉറങ്ങിപ്പോയി കേട്ടോ. ചെറുക്കൻ ഉറങ്ങിപ്പോയി. ഇത്ര നേരം ഇവിടെ ഭയങ്കര ഗുസ്തിയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നേരത്ത് എണീപ്പിക്കും കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതായത് ഈ കാണുന്ന ഓടൊക്കെ ഈ കുരങ്ങം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇത് ലീക്കാവുവേ. ആ സമയത്ത് ഇതൊക്കെ ഫുള്ള് ലീക്കായിരിക്കും. എന്നിട്ട് ഈ റോട്ടിലും മറ്റേ ഈ പോസ്റ്ററിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റിന്റെ ഇതുണ്ടാവുമല്ലോ, ബാനർ, അതിങ്ങനെ കുത്തിയൊക്കെയാണ് ഈ കാണുന്ന ലീക്കുകളൊക്കെ നമ്മൾ എങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നല്ലേ കാര്യം കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലും നമ്മൾ വിടൂലായിരുന്നു. നോക്കൂ, അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു കാലമാണ് കേട്ടോ. അത് ഇതുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ലീക്കുകൾ. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കെട്ടി ലെവലാക്കി എടുത്തോണ്ടാണ്. ഇതിന് ഇത്ര ഒരു സ്പേസേലും ഉണ്ട്. ഇതാട്ടോ ഇറച്ചിക്കറിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മസാലയാണ്. തേങ്ങയും മല്ലി നോക്കിയതുണ്ടോ. ഈ കാണുന്നത് ഇറച്ചിക്ക് വേണ്ടിയുള്ള മസാലയാണ്. തേങ്ങയും മല്ലിയും മുളകും, പിന്നെ ഇതിൻ്റെ അകത്ത് പെരിഞ്ചീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കും കേട്ടോ. ഇതിന് വാടി ഇത് വറുത്തരപ്പാണ് ശരിക്കും കേട്ടോ. വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഇവിടെ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. ഇനി അതുകൂടാതെ ഈ ഒരു ഇതിന്റെ പരിപാടി കൊണ്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നിന്റെ ചുമ ഇതുവരെ നിന്നില്ലല്ലേ? അപ്പനിവിടെ അപ്പൻ്റെ മസാല ഇളക്കി റെഡി ആയിക്കൊണ്ട്. ഇത് ഇനിയിപ്പം എന്നാ പറയുക, വാണണല്ലോ, ഇപ്പൊ ഗോൾഡൻ കളറാണ് അല്ലേ? കറുത്ത കളറാണ്. ഇത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ഓടിട്ട വീട്ടില് മഴക്കാലത്ത് കിടക്കാൻ നേരത്ത് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇവിടെ ഇവള് തേങ്ങ പൊതിക്കും കേട്ടോ. ഓ, തേങ്ങ വെള്ളം കിട്ടി. ആ കാണുന്ന തേങ്ങ അടുത്ത ഇത് എന്തിനാടി? ഇത് എന്തിനാ തേങ്ങ? തേങ്ങ വെള്ളം കഴിച്ച് നോക്കിയതുണ്ടോ? ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക എനിക്കൊരു പഴമ, ഞങ്ങളുടെ ഒരു പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. ഇതുകൊണ്ട് ഇങ്ങനെ വെള്ളം പിടിക്കുന്നതും ഈ ഒരു സംഭവങ്ങളൊക്കെ. മഴക്കാലത്ത് ഇതിലൊക്കെ ഓടാൻ വേണ്ടി പേടിയാണ്. കാരണം ഞാൻ ലിബിനും ഉരുണ്ട് കെട്ടി വീഴും. അല്ലേ ലിബിനെ? എത്ര നമ്മൾ ഈ ലോകത്ത് എവിടെയൊക്കെ പോയി കിടന്നു കഴിഞ്ഞാലും ഇവിടെ മഴക്കാലത്ത് കിടക്കുന്ന ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. ആ മഴയത്ത് വരുന്ന സൗണ്ടും ആ ഇതും ആ കാറ്റ് വരുന്ന തണുപ്പും ആ ഒരു മഴയത്ത് ആ ഒരു പിന്നെ എന്നാ പറയാ, മഴ ഓടെ വന്ന് വീഴാൻ നേരത്തെ ഒരു ഒന്നും വേണ്ട, ആ ഇടിവെട്ടുന്ന സൗണ്ട് അല്ലേ? പുതപ്പൊക്കെ എടുത്ത് അലയിലോട്ട് ഇടും. ഒരു പ്രത്യേക ഒരു രസമാണ്. അത് നമ്മൾ എവിടെ പോയാലും കിട്ടുന്നില്ല. ഗൈസ് നോക്കൂ, ആ ഒരു സംഭവമൊക്കെ നമ്മൾ എവിടെ പോയാലും ആ ഫീലിംഗ് ഒന്നും
നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഞാനിപ്പോ കറക്റ്റ് അതിന്റെ ഒരു സംഭവം കാണിച്ചു. വെള്ളത്തിൽ ചവിട്ടുമ്പോ ഇടി വെട്ടുന്നു പറഞ്ഞ് ഓടി കയറും. ഗൈസ് നോക്കൂ, മഴയത്ത് കുളിക്കാൻ പോക്ക്, പിന്നെ അതുപോലുള്ള സംഭവങ്ങള്. ഇതായിരുന്നു ഞാൻ കിടന്ന റൂം. അപ്പൻ ഇവിടെ, ലിബി ഇവിടെ. ഇതുണ്ട്, ഈ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടല്ലോ ഒരിക്കലും വേറെ എവിടെ ചെന്നാലും കിട്ടത്തില്ല. കാരണം ഈ ഒരു വീടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് അയലോക്കംകാരില്ല, ഒരു മെയിൻ പ്രത്യേകത അതാണ്. അപ്പം നമ്മൾ ഇത്ര ഒച്ചയൊക്കെ ഉണ്ടാക്കി സംസാരിച്ച് ഒറ്റപ്പാടുണ്ടായാലും വലിയ കുഴപ്പമില്ല. ആകെ അയലോക്കം എന്ന് പറഞ്ഞാൽ ഈ മടങ്കാരാണ്, അതായത് ഈ കാണുന്ന മടങ്കാർ. വേറെ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ ഓടിട്ട വീട്ടിൽ കിടന്നവർക്കറിയാം അതിൻ്റെ ഒരു സുഖം കേട്ടോ. അത് നമ്മൾ വാർപ്പെട്ട വീട്ടിലൊന്നും ആ ഒരു ഫീൽ കിട്ടിയില്ല. ഈ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഫീലിംഗ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കിട്ടും. എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതെങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓ, ആ ഒരു ഇപ്പം ഇവിടെ നല്ല തണുപ്പായിട്ട്, നേരത്തെ നല്ല ചൂടല്ലേ, ഇപ്പം മഴ പെയ്തപ്പം തണുത്തു, വീടിൻ്റെ ഉള്ളിൽ തണുത്തൊരു തണുപ്പാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ വാർപ്പെട്ട വീട്ടിലൊന്നും കിട്ടത്തില്ല കേട്ടോ ആ ഒരു ഫീലിംഗ്. പിന്നെ കിട്ടും ആ ഒരു നമ്മുടെ ഷീറ്റില്ലേ, ആ ഷീറ്റ് മേളിൽ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വന്നിങ്ങനെ വെള്ളം വീഴാൻ പടപടയുന്ന സൗണ്ടൊക്കെ ഇട്ടാൻ നേരത്ത് കിട്ടും. ഇതുണ്ടോ, ഇതാണ് ആ ജനലൊക്കെ കേട്ടോ, പഴയ ഒരു സംഭവം. അമ്മയുണ്ടല്ലോ ചക്ക എടുക്കാൻ വേണ്ടി വന്നതാണ്, ചക്ക വേവിക്കാനുള്ള ചക്ക. ഈ ചക്കക്കുരു അങ്ങാടിക്ക് കൊണ്ടുപോകണോ മമ്മി? ആണോ? ശരിയാക്കിയിട്ടും ഒരു ഓടിന് ചെറിയ പ്രശ്നമുണ്ട് ഒരു ബോട്ടിലുണ്ടോ, അതിൻ്റെ അത്ര വെള്ളം ലീക്ക് ആക്കുന്നുണ്ട്, അത് ലെവലാക്കി എടുക്കണം. ഇനിയിപ്പോ ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് ഓലപ്പുര കിടക്കണം, അതിന്റെ അത്ര സമാധാനം വേറെ എത്ര നല്ല മര്യാദ ആഹാരം കഴിക്കാൻ പറ്റുമോ? അല്ലേ, ഒന്നും പേടിക്കണ്ട, ഷുഗർ പേടിക്കണ്ട, കൊളസ്ട്രോൾ പേടിക്കണ്ട, ഒരു സാധനം പേടിക്കണ്ട. അല്ലേ ഗൈസ്, നമ്മൾ എത്ര വലിയ വീട്ടിലേക്ക് പോകുന്നോ അതിനനുസരിച്ച് നമുക്ക് ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിത രീതി, നമ്മുടെ ജീവിത സ്റ്റൈൽ എത്ര മാറി ഹൈ ലെവലിലേക്ക് അതിനനുസരിച്ച് നമുക്ക് ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ ചെലവ് കുറവായിരിക്കും, ബാധ്യതകൾ കുറവായിരിക്കും. അന്നത്തെ കാര്യം അന്നന്ന് നടന്നു ആ ഒരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അതൊക്കെ ഒരു എന്താ പറയാ, അത് ഓരോ ഇതുപോലെ ഇരിക്കും. നമ്മളെ എന്നാ പറയാ, നമ്മുടെ ജീവിത ശൈലി പോലെ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ അപ്പൻ ഈ കാണുന്ന മസാല എന്താക്കി മൂപ്പിച്ച് വാട്ടി എടുത്ത് നോക്കും. മമ്മി ഉണ്ടല്ലോ ഈ കാണുന്ന ചക്ക കലത്തിലേക്ക് ആക്കിട്ടോ. ഇവർ രണ്ടുപേരും കൂടെ തിന്നു ഇപ്പൊ തീരും കേട്ടോ. മമ്മിക്കും ചക്ക തീറ്റയാണ്, ഇവർക്കും ചക്ക തീറ്റയാണ്. ആണോ? ഈ കാണുന്ന ചക്ക മൊത്തം മമ്മി ഇതിൻ്റെ അകത്തോട്ട് ആക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പം തന്നെയോ മല്ലി മുളക് തേങ്ങ വറുത്തിട്ട് ഇനി നമ്മൾ ഇതിന്റെ അകത്ത് പച്ചയ്ക്ക് പെരിഞ്ചീരകം ഇടുക. പച്ചയ്ക്ക് പെരിഞ്ചീരകം എന്നിട്ട് ഇതൊന്ന് ഇളക്കും. അപ്പൊ ഒന്ന് ചെറുതായിട്ട് നിനക്ക് അറിയാമോ? ട്രൈ ചെയ്യാനാ? ഗൈസ് നോക്കി, ഇത് കല്ലേലാട്ടോ ഇനി അരച്ചെടുക്കുന്നത്. മമ്മി മറ്റേ ഇതിൻ്റെ അകത്തോട്ടാക്കി, ഇതിൻ്റെ അകത്തോട്ടാക്കി. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് ചക്കയും സംഭവങ്ങളൊക്കെ ആക്കി. ലിബിനാട്ടോ കുടുങ്ങിപ്പോയേ. ലിബിൻ ഏറ്റെടുത്താണ്, പക്ഷെ പെട്ടുപോയി. കല്ല് കഴുകി എടുക്കട്ടെ അരയ്ക്കാൻ വേണ്ടി. അപ്പൊ ഇന്നലെ കഴുകിയതാണോ? ഗൈസ് നോക്കി, ഇതുണ്ടോ ഈ കാണുന്ന കല്ല് കഴുകി മമ്മി ഈ കല്ല് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് വേണം ഇനി അരച്ച് ഇതിനകത്ത് എടുക്കാൻ വേണ്ടി. ഇങ്ങനത്തെ കല്ല് ഇപ്പൊ കിട്ടാനല്ലോ മമ്മി. ഈ കാണുന്ന ചക്കയ്ക്ക് അരയ്ക്കുക കേട്ടോ. അതായത് എന്നൊക്കെയാ അമ്മേ? ഇത് മുളക്, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി. ഈ കാണുന്ന ഇത് അരച്ച് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് ഇങ്ങനെ ഒന്നും അരച്ചാ പോരാ, ചതച്ചു വരിക മതി. ഇത്ര തേങ്ങ വേണം? ചെറുള്ളിയാ? അപ്പൊ ചെറുള്ളിയും പിന്നെ ചെറുജീരകവും പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയല്ല. എനിക്കറിയാത്തോണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാപ്പേ എന്തൊക്കെയോ ഒരു സാധനം ഇട്ടിട്ടുണ്ടോ? ഇവരൊന്നും പറഞ്ഞു തരുന്നില്ല. എന്നൊക്കെയാ മീനത്തിട്ട്? എന്നൊക്കെയാ ഉള്ളി, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ജീരകം, പിന്നെ കുരുമുളക്, മുളക്, കുഞ്ഞു കാന്താരി മുളക്, ഉപ്പ്, മഞ്ഞള്, തേങ്ങ. അപ്പൊ ഇത് പറിച്ചില്ലല്ലോ കരിയാപ്പില. അവര് കൊടെടുക്കും, പറിച്ചിട്ട് വരാം. ഇത്ര സമയം വേണമെന്നറിയാം. ഇതിങ്ങനെ ഒരു ചതിച്ച് വരിക മതി. മറ്റേതാണോ അതിലേണ്ടേ? കണ്ടാലും ശരി, നല്ല ബെസ്റ്റാ. വെള്ളി അതുപോലെ തെറ്റുകൾ എല്ലാം തെറ്റു കേട്ടോ. മഞ്ഞളിട്ടോ? അപ്പൊ ഇതിന്റെ അകത്ത് അരക്കുന്നില്ല. അപ്പൊ ഇറച്ചിക്കൊള്ള ഇതിന്റെ അകത്ത് അരക്കാം. അരപ്പ് ഈ കാണുന്ന ചക്കയ്ക്കകത്തോട്ട് ഇട്ട് കേട്ടോ.
ഇനിയിപ്പോ ഇത് തീയലേക്ക് കയറ്റി ഇതുണ്ടോ, ഇതിന്റെ അടി മൊത്തം ചക്കയാണ്. ഇത് എങ്ങനെയാണ് അടിയിലേക്ക് പോവാ മേലോട്ട് പോവാ എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിങ്ങനെ വെക്കണം, അല്ലേ അടി പിടിക്കും. ആണോ മോളി അല്ലേ അടി പിടിക്കും. ഗൈസ് ഇവിടെ ചക്ക റെഡിയാക്കുവാണ്. ഇനിയിപ്പോ ഇത് നേരെ എങ്ങോട്ട് ഇടും? ഇത് നേരെ ഈ കാണുന്ന ഇതിലേക്ക് കയറ്റി ഇട്ടോ. എത്ര തീ പിടിപ്പിക്കുന്ന ഗ്യാസൊക്കെ എവിടെ വെക്കുന്നത്? കണ്ടല്ലോ. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നല്ല പാത്രം വെച്ച് മൂടണം, ആ അല്ലെങ്കിൽ വാടിപ്പോവും. വെള്ളം ഒഴിച്ചതാ, വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്ക്. എന്തോരം വെള്ളം വേണം? അതിനൊരു വെള്ളം ഒഴിക്കണം ചക്കയ്ക്ക്. അത് കരിഞ്ഞു പോവില്ലേ? ഓ ഗൈസ് നോക്കുന്നുണ്ടോ, വെള്ളം എടുത്തപ്പൻ വെള്ളം നേരെ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഗൈസ് ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഇത് വെക്കുന്നത്, അല്ലേ അപ്പാ? നമ്മൾ ആര് വെക്കുന്ന രീതിയിലാ? എല്ലാം ഒരേ ഇത് കോട്ടയം ചക്ക വെക്കുന്ന എല്ലാം കോട്ടയം സ്റ്റൈലല്ലേ? നമ്മൾ കോട്ടയം ആ രീതിയിലാണ് വെക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. മമ്മി തിരുവിതാംകൂർ. ഇങ്ങനെ പിടിക്കുക, തിരുവിതാംകൂർ തന്നെയാ ഈ കോട്ടയം. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. പക്ഷേ കത്തുന്നില്ലല്ലോ. അതിനാ കളിയന്ത്രാലല്ല, ഇങ്ങനെ വെച്ചപ്പോ ഇത് വെക്കണം. ആ അത് പോയി, അത് നമ്മൾ സർവീസ് ചെയ്യണം. ഇങ്ങനെ യെസ് ഗൈസ് ഫൈനലി ചക്ക അങ്ങനെ അടുപ്പേ കയറ്റി. ചക്കയ്ക്ക് ഇനിയിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചക്കയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഇതെടുക്കണം കേട്ടോ, അതായത് കരിയാപ്പില എടുക്കാനുണ്ട്. ലിബിയും മൈക്കിളും ഇവിടെ കിടന്നു കേട്ടോ. ലിബി മടുത്തു, ലിബിക്ക് പനിയൊന്നും മാറിയിട്ടൊന്നുമില്ല. ലിബിയും മൈക്കിളും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവർ എണീക്കത്തുള്ളൂ കേട്ടോ. ഗൈസ് ഗൈസ് നോക്കൂ, അമ്മ അഭിരാമി ഇവിടെ അരപ്പാട്ടോ. അര നിനക്ക് അരക്കറിയാം അവിടെ? ആദ്യമായിട്ടാണ് നീ അരക്കുന്നത് കല്ലേല് ജീവിതത്തിലോ? പോടി. അരച്ചായിരുന്നോ? പപ്പയല്ലേ നരച്ചെന്നേ? ആണോ? ഇല്ല, അത് ഞാൻ മുഖത്ത് തേക്കുള്ള അരയ്ക്കും, അത് വേറെ. ഇതെങ്ങനെയാ അരക്കുന്നത്? മമ്മിയോട് ചോദിക്കുന്നേ. ബാഹുബലിയില് വരെ വലിക്കരുത് 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 വലിക്കാതെ മുറുക്കി പിടി, കല്ലിന്റെ രണ്ട് സൈഡ് മുറുക്കി പിടി. നീക്ക നീക്ക അങ്ങനെ നീക്ക അങ്ങനെ തന്നെ നീക്ക, വലിക്കരുത്. ചക്ക വാടിപ്പോകാതിരിക്കാൻ വേണ്ടി ഭാരമുള്ള ചട്ടി അതിന്റെ മേളിൽ നമ്മ കയറ്റി വെക്കുക. ആ ചട്ടി താഴെ പോകും മമ്മി ഉറപ്പാ. അഭിരാമിയുടെ അരയോട് അരയാ കേട്ടോ. ഇത് നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയല്ല, എനിക്കും അരയ്ക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ചേച്ചിമാരുള്ളവരെ കളിപ്പിച്ച് ജീവിച്ചതല്ലേ, ആര്? ഒന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം അറിയാം, കറമ്പിലെ പണി എല്ലാം അറിയാം. മമ്മി പറഞ്ഞ കേട്ടോ, എനിക്ക് അരയ്ക്കാനൊന്നും അറിയത്തില്ല, ചേച്ചിമാരെ കളിപ്പിച്ച് ജീവിച്ചാണ്. അടിപൊളി. എന്നാ പപ്പേ പപ്പേ അമ്മ പറഞ്ഞ കേട്ടോ, ചട്ടിക്കകത്തിരിക്കുന്ന മൊത്തം സാധനം എടുക്കണം കേട്ടോ. അത് വേണം അരച്ച് കയറ്റാൻ വേണ്ടി അല്ലേ? നീ ഇങ്ങനെ നോക്കി നിൽക്കാൻ നീയും അരച്ച് പഠിക്കാൻ ബിരാമി. അതുകൊണ്ട് അമ്മ അരച്ചരച്ചത് കുഴമ്പ്. ആ എന്റെ അച്ഛനെ വിളിച്ചാൽ അരപ്പിച്ചാൽ മതി, എന്നെ വിളിക്കണ പോടി. പിന്നെ ഞാൻ പെങ്കോന്തനൊന്നും അല്ല, പോവാ അവിടുന്ന്. അല്ല പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ സ്വന്തം പണിയൊക്കെ എടുക്കും. പക്ഷെ ഞാൻ കൂടെ 10 ആള് വേണം, മസാല എടുത്തു കൊടുക്കാൻ. ആ എടി അതൊക്കെ പോയി കേട്ടോ. ആ മരമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഓ ഭാഗ്യം മമ്മി ഈ പ്രാവശ്യം മേടിച്ച് കപ്പിലാന്തായി മേടിച്ചു വെച്ചേ, അല്ല പോവില്ലായിരുന്നോ? ഗൈസ് നോക്കിട്ടുണ്ടോ, ഞാൻ ഇവിടെ വന്നേ, എനിക്ക് 400 രൂപ വണ്ടി കിട്ടി. ആ ഒരു 500 മീൻ മേടിച്ച പൈസ പോയില്ലേ? ഗൈസ് നോക്കൂ, ഈ കാണുന്നത് ഇങ്ങനെ അരച്ചത് കണ്ടോ. ഇതുപോലെ അമ്മ കുഴമ്പ് പോലെ ഓരോന്നും കുഴിച്ചു വെച്ചാലേ പൈസ ഇല്ലാത്തപ്പോ വന്ന് ഇറക്കി കൊണ്ട് കൊടുക്കത്തില്ലേ? എന്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുഴമ്പ് പോലെ ആക്കി എടുക്കട്ടോ ഫുള്ള്. അമ്മ ഇവിടെ ലീക്ക് ആട്ടോ. അപ്പം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, ഇവിടെ ലീക്ക് ഉണ്ട്, ഇതെല്ലാം ലെവലാക്കണം. അവകാശപ്പെടുന്നത് ഇത് മമ്മിയെ കുഴിച്ചു വെച്ചതാണ്, പപ്പ അവകാശപ്പെടുന്നത് ഇത് പപ്പയെ കുഴിച്ചു വെച്ചതാണ്. അല്ല, ഇത് ഞങ്ങള് മേടിക്കും ചോര അതിന് മുമ്പിലുള്ള ഒരു കുഴിച്ചു വെച്ചാൽ. ഈ കാണുന്നതാണ് ഇറച്ചിയിലിടുന്ന മറ്റേ ഒരു ഇലയാട്ടോ, പട്ട പോലത്തെ ആ സാധനമാണ്. അതാണോ? ഇതിന്റെ പേരെന്താണെന്നറിയാവോ? അങ്ങനെ എന്തൊരു സുഗന്ധിയാ. അത് ഇറച്ചിയിലേക്ക് ഇടണം കേട്ടോ. അതിട്ട് അടിപൊളിയായി കുറച്ച് പറിക്കും. ബിരിയാണിയിലൊക്കെ ഇടുന്ന ഉണങ്ങി കിട്ടുന്നതല്ല, മന്തിയിലൊക്കെ ബേ ലീഫ്. ഇത്ര നേരം വരെ മൈക്കിള് ഇവിടെയും ലിബി ഇവിടെ ആയിരുന്നു. അപ്പൊ മൈക്കിള് നേരെ ലിബിന്റെ അടുത്ത് എത്തി. നോക്കിയേ, നോക്കൂ ചേച്ചി മൈക്കിൾ കിടക്കുന്നുണ്ടേ കാണണ്ട. നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചക്ക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ല അടി പിടിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആയില്ലല്ലോ അപ്പം? ആ ആയിട്ടില്ല കേട്ടോ. മമ്മി ഇപ്പോഴും മൽപ്പിടുത്തത്തിലാട്ടോ, അരപ്പായിട്ടുള്ള മൽപ്പിടുത്തം. അവിടെ ആയത് മൊത്തം അപ്പൊ വാരി ഇടുന്നില്ല മമ്മി?
ഗൈസ് നോക്കൂ, ഇത് കണ്ടോ അടുത്തത്. ഇത്രയും കൂടെ ഉള്ളു കേട്ടോ. ഈ കാണുന്ന ഇതും കൂടെ അരച്ച് ചേർത്ത പരിപാടി കഴിഞ്ഞു. ഇവിടെ അരപ്പായി കേട്ടോ ഏകദേശം. അതേ സമയത്ത് കറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അഭിരാമി ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇനി അരിഞ്ഞ സെറ്റപ്പ് ആക്കിയിട്ട് വേണം കറി വെക്കാൻ വേണ്ടി. കറി എത്തല്ലേ വെക്കുന്നത്? ഗൈസ് നോക്കൂ, നമ്മുടെ ലിബി അരിഞ്ഞ ബീഫ് ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പനപ്പം ഈ സമയം കൊണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഈ പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ കട്ടിമ്പോടും സംഭവമൊന്നുമില്ല. അപ്പൊ ഇതുപോലത്തെ ഈ ഉറയാട്ടോ കയ്യിലിടുന്ന ഉറ അല്ലോ, കാച്ചിലാട്ടോ, നീലക്കാച്ചിലാണോ അമ്മ? നീലക്കാച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളയാണോ നീലാണോ? നീല. ഇത് മഴയത്ത് കുഴിച്ചു വെക്കാനുള്ള പിന്നെ വിത്താട്ടോ അല്ലേ? തീരുവമ്മ എന്നല്ലോ. ഞാൻ ഇതൊക്കെ അരിഞ്ഞ് തീർത്തു എല്ലാം വെച്ച് കഷ്ടപ്പെടാണ് ഞാനിവിടെ. അങ്ങനെ നമ്മുടെ പോത്തുകറിക്കുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് സെറ്റപ്പ് ആക്കി എടുത്തു. അതേ സമയത്ത് മമ്മി ഇങ്ങനെ അരച്ച് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തു. അങ്ങനെ അരപ്പിന്റെ പരിപാടിയും കഴിഞ്ഞ് ഈ കാണുന്ന കേട്ടോ നമ്മുടെ അരപ്പ്. ഇത് വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന കറികൾക്കാണ് വറുത്തരച്ച കറി എന്ന് പറയാം കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് തേങ്ങ മല്ലി മുളകും ഒക്കെ ഇട്ട് വറുത്തരച്ച് ഗൈസ് ഇതിനാണ് വറുത്തരച്ച കറി എന്ന് പറയാം കേട്ടോ. അപ്പനുണ്ടല്ലോ ചക്ക ഇളക്കും കേട്ടോ. അതായത് നമ്മുടെ ചക്കയായി ഇനി അത് ചക്കക്കോൽ, ശരിക്കും ഇത് കപ്പക്കോലാണ്. കപ്പക്കോലിട്ട് നമ്മുടെ ചക്ക ഇളക്കി സെറ്റപ്പായി എടുക്കുവാണ്. ആയായിരുന്നു അപ്പൊ ചക്ക വെന്തോ? ഉറപ്പാന്നോ? ഗൈസ് നോക്കൂ, ചക്ക ആയെന്നോ അപ്പം പറയുന്നത്. ഗൈസ് നോക്കൂ, അപ്പം ചക്ക ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഓ ചൂട് ആവിയാട്ടോ അതിൻ്റെ അത് പോകുന്നത്. ആയോ? ഓ ഇത് കീറ്റിലും ചക്കയായിരിക്കട്ടെ, നല്ല ഒന്നാന്തരം പുട്ടുപോലെ. ചിക്കൻ ഇല്ല എന്റെ അഭിരാമി, പോത്തിറച്ചിയാ. ഗൈസ് നോക്കൂ, നല്ല പുട്ടുപോലെ ഇരിക്കുന്ന ചക്കയാട്ടോ. ഇത് കഴിച്ചിട്ട് ഞാൻ തൃശ്ശൂർ പോയി കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ചക്ക ഇഷ്ടമാണ്. തേങ്ങ ഇട്ടിട്ടുള്ളല്ലേ? ചക്ക ഇതേപോലെ തേങ്ങ ഇട്ടെടുക്കണം കേട്ടോ, നല്ല സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. കറിവേപ്പില എണ്ണ ഒഴിക്കണ്ടേ അപ്പൊ അവസാനം? പച്ച വെളിച്ചെണ്ണയും തൂളണം. പിന്നെ അതേപോലെ തന്നെ ഉപ്പ് കുറവാന്ന് അപ്പന് മനസ്സിലായപ്പോ അപ്പൻ ഇച്ചിരി ഉപ്പിടുക കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഇടണം. പിന്നെ അതേപോലെ തന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലിലേക്ക് എത്തും കേട്ടോ. അല്ലേ അപ്പാ? ഗൈസ് നോക്കൂ, അങ്ങനെ കേട്ടോ അതിന്റെ സെറ്റപ്പ്. ഗൈസ് നോക്കൂ, അപ്പനെ ഇതിൻ്റെ അകത്തോട്ട് പച്ച വെളിച്ചെണ്ണ തൂളും കേട്ടോ. എന്നിട്ട് ആ പച്ച വെളിച്ചെണ്ണ തൂളിയിട്ട് അത് ഒന്നും കൂടെ മിക്സ് ചെയ്യാണ്. രുചി ഇച്ചിരി കൂടെ കൂടുതൽ നോക്കി ഇങ്ങനെ വരും കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഫുള്ളായി. ഇനി ഇളക്കി പിടിപ്പിക്കും കേട്ടോ. ഉപ്പും പച്ച വെളിച്ചെണ്ണയും കൂടെ. കറിവേപ്പില ചവള വേണം അപ്പൊ ഇട്ട് കുറച്ച്. ആണോ? ചക്ക ആയിട്ടോ, ദേ കിടിലൻ ചക്ക. കൊള്ളാട്ടാ. നോക്കും, മൺചട്ടിയിലാട്ടോ കറി വെക്കുന്നത്. മൺചട്ടി വെക്കുന്ന കറിക്കുള്ള കിട്ടുന്ന രുചി അത് വേറെ ഏത് ചട്ടി വെച്ചാലും കിട്ടും കേട്ടോ. നല്ല കിക്കാവും. ഗൈസ് നോക്കൂ, ഇതിന്റെ അകത്ത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതൊന്ന് തിളക്കണം. അപ്പൊ തന്നെ കടുക് ആദ്യമായി ഇതിലേക്ക് ഞങ്ങൾ കടുക് താളാൻ പോവാ കേട്ടോ. കടുകിടും. ഗൈസ് നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടോ വെളിച്ചെണ്ണ. ഇനി കടുക് പൊട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള സംഭവം. യെസ്, കടുക് ഇട്ടോ അപ്പൊ. കടുക് ഗൈസ് നോക്കി, ഇനി കടുക് പൊട്ടി വരണം കേട്ടോ. ഇത് പൊട്ടി. ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പില സാധനങ്ങളൊക്കെ ഇട്ടു. കറിവേപ്പില ഉണ്ടല്ലോ കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് നേരെ നമ്മൾ ആക്കി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇതെല്ലാം നേരെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം വാടി വരണം കേട്ടോ. ശരിക്കും ഇങ്ങനെയൊന്നുമല്ല, അതായത് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഈ ഒരു തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം ഇനി വാട്ടി എടുക്കണം. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു ഇച്ചിരി എന്തിടണം, ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതിനാ ഉപ്പിട്ട് കൊടുക്കണല്ലേ ഇതിനെ? ഉപ്പ് ഞാൻ ഇടൂല. അതിനാ ഉപ്പ് ഞാൻ ഇട്ടാ ഒന്ന കൂടി പോലെ. ലിബി ഉറക്കമൊക്കെ കഴിഞ്ഞു വന്നോട്ടോ. കട്ടൻ കാപ്പി കുടിക്കുക. കട്ടൻ ചായ, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി ഗൈസ് നോക്ക്, കട്ടൻ കാപ്പി കുടിക്കുക. അതെന്നാ അത് ഉപ്പാണോ നോക്കിയാ ആദ്യം. ഇത് ഉപ്പല്ല എടി മന്ദബുദ്ധി. അപ്പാ ഇതെന്നാ ഇത്? ടൈൽസിന് വെക്കുന്ന ഇല്ല, ടൈൽസിന് വെക്കുന്ന സിമെന്റ് ഉപ്പാന്ന് പറഞ്ഞ് ഇപ്പൊ എടുത്തിട്ടാണ്.
ക്യാമറ ഷോട്ട് മാറ്റരുതേ. പുറത്തെ മഴ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ മാറിയത് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് കാലാവസ്ഥ മാറി കേട്ടോ. ഇവിടെ തണുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമാട്ടോ, നല്ല തണുപ്പായിരിക്കും ഇവിടെ. വിമാനം ഓടിക്കുന്നവരെ സമ്മതിക്കണം. കാണൂല ടർബിൾസ് നമ്മൾ വരാൻ നേരത്തും ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതി ടർബിൾസ്. ഇനിയിപ്പോ കാലാവസ്ഥ വ്യതിയാനം അതിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ഫ്ലൈറ്റിന്. പിന്നെ അതേപോലെ ഓട്ടോ പൈലറ്റ് ഇല്ലാത്ത പറക്കുന്നൊന്നും ഇനി പറ്റുമൊന്നുമില്ല. തക്കാളി ഉരുളക്കിഴങ്ങും നോക്കൂ, നമ്മുടെ ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം വാടി കേട്ടോ. ഇനി ഇതിലേക്ക് ഈ കാണുന്ന നമ്മുടെ ഈ അരച്ച വറുത്തരപ്പ് ചേർക്കും കേട്ടോ. വറുത്തരച്ച ബീഫാട്ടോ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് കഴുകി ഇതിന്റെ അകത്ത് ഒഴിക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇനിയിപ്പോ നമ്മള് നല്ല രുചിയായിരിക്കും അല്ലേ. ഇതെന്ന് വെച്ച് ഇപ്പം കഴിക്കരുത്, നാളെ രാവിലത്തേനും കഴിക്കണം. അപ്പൊ ഇപ്പൊ എന്നെ ചെയ്യാ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം കുറച്ചെടുത്ത് കഴിക്കാം അല്ലേ, ഇപ്പൊ കുറച്ച് കഴിക്കാം. നൈസ് നോക്കൂ, ഇത് കണ്ടോ, ഇതേപോലെ ഫുള്ള് മസാല വീണ് കേട്ടോ. ഇതിന്റെ അത് കണ്ടോ, നല്ല ഒന്നാന്തരം വറുത്തരച്ച മസാല. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് തേങ്ങയാണ്, തേങ്ങ, മല്ലി, അതേപോലെ തന്നെ ജീരകം ചേർക്കും. അപ്പൊ പെരിഞ്ജീരകം ചേർക്കും ഇതിന്റെ അകത്ത്. പിന്നെ നമ്മൾക്ക് വറ്റൽമുളകും ഇത്ര സാധനം ചേർക്കും കേട്ടോ. കണ്ടോ, അപ്പൊ ആ ഒരു അരപ്പും കൂടെ കഴുകി ഇതിന്റെ അകത്ത് ഒഴിക്കും കേട്ടോ. പിന്നെ ഇതിന്റെ അകത്ത് കൊത്തമല്ലിയാണ് ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. വറുത്തരപ്പിന്റെ അകത്ത് മസാല കൊത്തമല്ലി, പിന്നെ നമ്മളെ പോലെ ഉള്ള ഒരു ഇഞ്ചി ഇടും, അതിന്റെ അകത്ത് വെളുത്തുള്ളി ഇടും, അങ്ങനെയുള്ള എല്ലാ സംഭവം ഇടും. കണ്ടോ, ഗ്രേവി ആയിട്ടോ, ഗ്രേവി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഈ കാണുന്ന പോത്തിറച്ചി എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇതിന്റെ വെള്ളമില്ലാതെ ഇങ്ങനെ പിഴിയണം. പിഴിയണം. അതിപ്പോ ഇതിന്റെ അകത്ത് ഗ്രേവി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് പിഴിയണം, അല്ലെങ്കിൽ വെള്ളം ഒത്തിരി ആയിപ്പോയി നമ്മുടെ. നോക്കിയതുപോലെ അപ്പം പിഴിഞ്ഞ് ഇതിന്റെ അകത്തോട്ട് ഇറച്ചി ഇടുക കേട്ടോ. അപ്പൻ ഇറച്ചി ഇടുന്നു, ലിവിന് ഇറച്ചി ഇളക്കി കൊടുക്കുന്നു കേട്ടോ. ഇതിന് ഇതിന്റെ അകത്ത് കിടന്ന് തിളക്കണം. നമ്മള് മസാലപ്പൊടി ഇടേണ്ട ഒരു സാധനം ടെസ്റ്റർ നോക്കി കറിയുടെ അല്ലേ, ആ ടെസ്റ്റർ തിക്നെസ്സും ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തെറ്റിട്ട്. ഓ അപ്പൊ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പൊ പൊടിക്ക് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു പൊടിക്ക് ഉപ്പും ചേർത്ത് ഇതിനി ഇങ്ങനെ കിടന്ന് തിളക്കണം കേട്ടോ. ഇനി ഒരു എത്ര സമയം വേണം? അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ വേണ്ട വരും കേട്ടോ. ആണോ ഗൈസ്, നോക്കൂ, ഇനി തിളച്ച് റെഡി ആയിട്ടോ കേട്ടോ. അവിടെ കറി ആകുന്ന സമയത്ത് ഞങ്ങളെല്ലാം കിടക്കാൻ വേണ്ടി പോയിട്ടോ. മൈക്കിൾ എണീറ്റു. മൈക്കിൾ ഭയങ്കര ഗുസ്തിയാ. ആര്? ഞാനോ? അതെ, കൊച്ചു കരയിച്ചു കൊച്ചിനെ. അയ്യോടാ ഗൈസ്, ലിവി ഇവിടെ കിടക്കുന്നു. ഞങ്ങൾ എല്ലാരും ഇത് ഞങ്ങളുടെ മെയിൻ കട്ടിലായിരുന്നു. അന്നത്തെ പോഷ് കട്ടിലായി വീട്ടിലല്ലടാ. അപ്പനെ മാത്രം ഈ സൈഡ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അടി കൂടിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾ എല്ലാവരും കട്ടിൽ കിടക്കും. എന്നെ തണുപ്പാന്ന് പറയും ഇവിടെ, ഭയങ്കര ഫീലിംഗ് ആട്ടോ. ഗൈസ് നോക്കൂ, മൈക്കിള് ഞങ്ങൾ വേണ്ടിട്ട് കേട്ടോ. മൈക്കിള് ഞങ്ങളും കളിയാ. മൈക്കിള് ഉമ്മ പഠിച്ചേ, ഉമ്മ. മൈക്കിൾ ഒരു രക്ഷയില്ല, എവിടെ പോയാലും ഉമ്മ കിട്ടില്ല. കിടക്കും എന്നോട്. മക്കള് ബേബിയാണ്. ഫൈനലി നമ്മുടെ കറി ആയിട്ടോ. നല്ല തിക്ക് ഗ്രേവി ഉള്ള വറുത്തരച്ച പോത്ത് കറി. സൂപ്പർ. ഇനി ചക്കയും കൂട്ടി ഇത് പിടിക്കും കേട്ടോ. നോക്കൂ, നമ്മുടെ കപ്പയായി, ഞങ്ങളുടെ പോത്തുകറിയായി. ഗൈസ് എത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് ഈ മഴയത്ത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഫീലിംഗ് കേട്ടോ. ഈ കാണുന്ന കിടിലം മഴയത്താണ്. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്, മഴക്കാലം പിടിച്ചു. മൈക്കിൾ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയല്ലല്ലോ? അതെ അല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടോ. നല്ല ഒന്നാന്തരം ചക്ക. ഇങ്ങോട്ട് നോക്കിയാലേ ഈ ചക്ക, നല്ല ഒന്നാന്തരം ചക്ക, നല്ല കിടിലം ബീഫ് പൂരി. എന്നടാ ഞാൻ സ്പെഷ്യൽ നോക്കൂ, എല്ലാവരെയും ചക്കയിലേക്ക് കറി ഒഴിക്കും കേട്ടോ. നല്ല ഒന്നാന്തരം വറുത്തരച്ച കറി. പണിയല്ലേ അമ്മ ഇങ്ങനെ. മുഖം 1.5 കൊട്ട കേട്ടോ മൈക്കിളിന്റെ. അടിപൊളി. ഗൈസ് നോക്കൂ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ സീസണിൽ ചക്ക അടിക്കുന്നത്. ഈ സീസണിൽ ഞങ്ങൾ ആദ്യമായിട്ടോ ചക്ക അടിക്കുന്നത്. നല്ല കിടിലം ബീഫും നല്ല കിടിലം ചക്കയും ഇത് ഈ കാണുന്ന ചാറിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് അടിപൊളി കറി. വീഡിയോ കാണുന്ന കമന്റ് ഇതായിരിക്കും, കൊതിപ്പിക്കാതെ വെച്ചിട്ട് പോവോ. എങ്ങനെയുണ്ടപ്പാ?
പിന്നെ നല്ല കറിയാണ്. ഈ കറി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ആ നമ്മള് വറുത്തരച്ച മസാല ഉണ്ടാക്കിയില്ലേ, ആ മറ്റേ മസാലയുടെ ഒരു കുത്തുണ്ടാവും. എങ്ങനെയുണ്ടോ മമ്മി? ഇല്ല. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ അമ്മേ? ഇഷ്ടപ്പെട്ടോ? മൈക്കിളിന് മൈക്കിളിന് ചക്ക കൊടുത്തോ? അയ്യോ 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 ഉമ്മ ആ അവൻ കളന്നിരി. ഗൈസ് നോക്കൂ, മൈക്കിളിനോട് അയ്യോ എന്ന് പറഞ്ഞപ്പോ ഇതേ കഴിച്ചു കേട്ടോ. ഇല്ല, തുപ്പിക്കളയാം. മൈക്കിളിന് ഇഷ്ടപ്പെട്ടില്ല. ഇവരൊക്കെ ഇപ്പോഴേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് പഠിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇവർ കഴിക്കത്തുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടു, ലിപിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പന് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, അഭിയാമയ്ക്ക് ഇഷ്ടപ്പെട്ടു. മൈക്കിള് ഗുസ്തിയാണ്, അതാണ്. റെസ്റ്റോറന്റിന്റെ അകത്ത് കാലം ഇത് അപ്പൻ്റെ മോനെ എച്ചി തരാം, എച്ചി. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ചക്കയും ബീഫൊക്കെ കഴിച്ച് നേരെ പോവാണ്. ബാക്കി വന്നത് ഈ കാണുന്ന പാത്രത്തിൽ റെഡിയാക്കി. എന്റെ മൈക്കിളെ ടാറ്റ പറ എല്ലാവരും. ടാറ്റ പറ, ടാറ്റ പറ. ഓ ഗൈസ് നോക്കൂ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു ഓ മൈ ഗോഡ് ടാറ്റ പറ, ബൈ ബൈ പറ, ടാറ്റ 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 പറ എല്ലാവരും. പിന്നെ എന്തിനു ടാറ്റ പറഞ്ഞേ? ഗൈസ് നോക്കൂ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്